എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? എന്തായിരുന്നു ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് ചാർജസിൻ്റെ ഫ്ലോയെ നമ്മൾ കറണ്ട് എന്ന് പറയുന്നു. ഈ ഇലക്ട്രിക് ചാർജും അതുപോലെ തന്നെ കറണ്ടിൻ്റെയും യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു, SI യൂണിറ്റ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി പ്രസൻസ് ഓഫ് എ ചാർജ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഡെയിലി ക്വിസിലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും റിവൈസ് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീക്ക്ലി റിവിഷൻ ടെസ്റ്റിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഏരിയയിൽ നിന്ന് ചാർജും ഇലക്ട്രിസിറ്റിയും കറണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് അടുത്ത ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അല്ലേ. ആ ചോദ്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞു നമ്മളെ RRB എക്സാംസിന് ചോദിക്കുന്ന ഡിഫറെൻറ്റ് ഏരിയാസും അതുപോലെ തന്നെ അതിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ് ആ ക്വസ്റ്റ്യൻസ് അവിടെ കാണിച്ചത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ ഒരു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഏരിയയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് എന്ത്? വോൾട്ടേജും അതിനേക്കാൾ ഉപരി റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ്, ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് എന്താണ്, കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണ്, അങ്ങനെ കുറേ അധികം ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതെല്ലാം കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരൊറ്റ തവണ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതല്ല നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം വീണ്ടും റിവൈസ് ചെയ്ത് ഇതിൻ്റെ ആൻസർ ഇതാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എത്ര പഠിച്ചാലും അത് തീരുകയില്ല. കാരണം റെസിസ്റ്റൻസിൻ്റെയൊക്കെ ചോദ്യങ്ങൾ ഓരോ തവണയും ഓരോ വാല്യൂസ് ആയിരിക്കും, ഓരോ രീതിയിലായിരിക്കും ചോദിക്കുക. എന്നാൽ വളരെ സിമ്പിളാണ്, കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ചാർജും കറണ്ടും പറഞ്ഞു. ഇനി ഈ ചാർജിൻ്റെ ഫ്ലോയ്ക്ക് കാരണമാവുന്ന ഘടകം എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഫ്ലോ ഓഫ് ചാർജസിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഫ്ലോ ഓഫ് ചാർജസ് എന്തുകൊണ്ട് ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? അത് എന്തുകൊണ്ട് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അതിന് കാരണമാവുന്ന ക്വാണ്ടിറ്റി എന്താണെന്ന് അറിയണം, അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് അറിയണം. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കറിയാം ഫ്ലോ ഓഫ് ചാർജസ് ആണെന്ത് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു കോപ്പർ വയർ ഞാൻ എടുക്കുകയാണെ. ഒരു കോപ്പർ വയറിൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഡൗട്ടൊന്നുമില്ലല്ലോ, ഇലക്ട്രോൺസ് എന്തായാലും ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു കണ്ടക്ടറിൽ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ കറണ്ടിന് കാരണമാവുന്ന എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആണെന്ന് അറിയാം. ഒരു അക്വസ് സൊല്യൂഷൻ, ഒരു ഇലക്ട്രോലൈറ്റിൽ അയോൺസ് ആണെന്ന് അറിയാം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇപ്പോൾ ഗ്യാഷ്യസ് മീഡിയത്തിൽ എന്ത് കാരണമാണ് കണ്ടക്ഷൻ നടക്കുന്നത്, അതല്ല അല്ലെങ്കിൽ ഏത് ചാർജ് കാരിയേഴ്സ് ആണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ സെഷൻ നോക്കുക. അപ്പോൾ എനിക്കൊരു കാര്യം അറിയാം. ഇതൊരു കോപ്പർ വയർ ആണെന്ന് വിചാരിക്കാം. കോപ്പർ വയർ എന്താണ്? ഒരു കോപ്പർ വയറാണ്. ഓക്കെ, ഒരു കോപ്പർ വയർ പറഞ്ഞാൽ ഒരു ചെമ്പ് കമ്പിയാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു ചെമ്പ് കമ്പി പോയി തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കോ അല്ലെങ്കിൽ കറണ്ട് അടിക്കോ? ഇല്ല. കാരണം എന്താ? അതിൽ കൂടി കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. പക്ഷേ ഒരു കോപ്പർ വയർ നമ്മളൊരു ബാറ്ററി കൊണ്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സപ്ലൈയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തൊട്ട് കഴിഞ്ഞാൽ കറണ്ട് അടിക്കില്ലേ? കറണ്ട് അടിക്കും. കാരണം അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സപ്ലൈയിൽ കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബാറ്ററിക്ക് അക്രോസ് നമ്മൾ ഒരു വയർ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ഒരു കോപ്പർ വയറിൽ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ, കാരണം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് എന്ത് കറണ്ട് എന്ന് എനിക്കറിയാം. അതിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ കറണ്ട് അടിക്കാത്തത്? പിന്നെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യാത്തത്? അവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു ക്വാണ്ടിറ്റി വരുന്നത്, വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിനൊക്കെ പല തരത്തിലുള്ള മീനിങ് ഉണ്ട്. കാരണം ഇതെല്ലാം ഈ പറയുന്ന പോലെ നമുക്ക് ഇലക്ട്രിസിറ്റി പഠിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മീനിങ് ഉണ്ട്. പക്ഷേ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു NCERT ലെവൽ 10ാം ക്ലാസ് NCERT ലെവലിൽ നിന്നുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതിൽ നമുക്ക് ഇതെല്ലാത്തിനും ഒരേ മീനിങ് തന്നെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 ബേസിക് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നോക്കുക, എനിക്ക് ഇലക്ട്രോൺസ് എനിക്ക് A എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, B എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് ഫ്ലോ ചെയ്യിപ്പിക്കണമെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺസിനെ എയിൽ നിന്ന് ബിയിലേക്ക് ഫ്ലോ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് ഫ്ലോ ചെയ്യിപ്പിക്കണം. വെറുതെ ഞാൻ ഇലക്ട്രോൺസിനോട് പറഞ്ഞാൽ അവൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവോ? ഇല്ല. എങ്ങനെ എനിക്കിത് പഠിക്കാം? ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, അത് A എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുകയാണ്. A എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് അവനെ B എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുപോകണം. ഞാൻ ഈ ബോക്സിനോട് പറഞ്ഞാൽ മതിയോ ഇവനോട് ഇങ്ങോട്ടേക്ക് പോകാനായിട്ട്? ഇല്ല. എന്ത് ചെയ്യണം? ഞാൻ പോയി എയിൽ നിന്ന് ബിയിലേക്ക് ഇവനെ തള്ളി മാറ്റണം, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് മാറ്റി വയ്ക്കണം. അല്ലേ? അല്ലെങ്കിൽ ഞാൻ വേറെ ആരോടെങ്കിലും പറഞ്ഞ് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുപോകണം. ദാറ്റ് ഈസ് ഐ ഹാവ് ടു ഡു വർക്ക്. ഒരു വർക്ക് ചെയ്താൽ മാത്രമേ എനിക്കൊരു സാധനത്തിന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റുകയുള്ളൂ. അതേ കോൺസെപ്റ്റ് ഇവിടെ വന്നേ. ഒരു ഇലക്ട്രോണിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ അവിടെ എക്സ്റ്റേണലി വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ആ വർക്ക് ആരാണ് ചെയ്യുന്നത്?
ഈ ബാറ്ററിയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ എനിക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യണമെങ്കിൽ ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്യണം. അപ്പോൾ ആ ബാറ്ററി ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? എയിൽ നിന്ന് ബിയിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, ഇങ്ങനെ ഒരു കറണ്ടും ഫ്ലോ ചെയ്യും. പോയിന്റ് ക്ലിയർ ആണോ? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് വെറുതെ ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിൽ തൊട്ടാൽ എന്തുകൊണ്ട് കറണ്ട് അടിക്കില്ല? കാരണം അതിൽ കൂടി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. അതിൻ്റെ അകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷേ ഇലക്ട്രോൺസ് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യില്ല. ഒരേ ഡയറക്ഷനിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഇതേ ഡയറക്ഷനിൽ പോകണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ ഞാൻ അവന്മാരെ തള്ളി അങ്ങോട്ടേക്ക് ആക്കണം, തള്ളിക്കൊണ്ടേയിരിക്കണം. ആ തള്ളിക്കൊണ്ടേയിരിക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? ഈ ബാറ്ററി, നമ്മൾ ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററി ചെയ്യുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഇത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാണ്. ഓക്കെ, ഇതിനെയാണ്, ഈ ബാറ്ററിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോൾട്ടേജ് സോഴ്സ് എന്നോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നോ പറയുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ, ഇതെനിക്ക് വാട്ടർ നോളജി വെച്ചൊക്കെ പറയാം, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ എക്സാമിന് ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡെപ്തിലേക്ക് പോകാത്തത്. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ മാത്രം നമുക്ക് ഈ പറയുന്ന ഇലക്ട്രിക് വോൾട്ടേജ് എന്താണെന്നോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അതിൻ്റെ അത്രയും ഡെപ്തിലേക്ക് പോകണം. നമുക്ക് വ്യക്തമായ എക്സാമിൻ്റെ ലെവൽ അറിഞ്ഞ് തന്നെ പഠിക്കണം. ഓക്കെ, ഇവിടെ അപ്പം നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ഇലക്ട്രോൺസ് എന്താണ് ഒരേ ഡയറക്ഷനിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് ഡയറക്ഷനിലോ ആഗ്രഹിക്കുന്നത് അതേ ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യും, ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു സാധനത്തിന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ എക്സ്റ്റേണലി വർക്ക് ചെയ്യണം, പുറമേ നിന്ന് വർക്ക് ചെയ്യണം. ഇവിടെ ഞാൻ ഈ ബോക്സ് എടുത്ത് ഇങ്ങോട്ട് ബിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഇലക്ട്രോണിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഞാൻ എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുന്ന ജോലിയാണ് ഇവിടെ ഈ ബാറ്ററി ചെയ്യുന്നത്. ആ ബാറ്ററി ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഈ വോൾട്ടേജിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ എത്ര നല്ല കണ്ടക്ടർ എന്ന് പറഞ്ഞാലും ലൈറ്റ് കത്തോ ഇല്ല. കാരണം നമ്മൾ സപ്ലൈ പോയി കഴിഞ്ഞാൽ ഞാൻ നല്ല വില കൂടിയ കോപ്പർ വയറാണ് ഇട്ടേക്കുന്നത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കറണ്ട് വരുമോ അല്ലെങ്കിൽ ഇത് ബൾബ് കത്തുമോ അല്ലെങ്കിൽ ഫാന് കറങ്ങുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ വോൾട്ടേജ് സോഴ്സ് വേണം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇലക്ട്രിക് വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കണ്ടക്ടറിൽ കൂടി ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും അവന്മാരെ തള്ളി ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യിപ്പിച്ചാൽ മാത്രമേ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ബാക്കി കറണ്ടിൻ്റെ എല്ലാ, അതായത് ലൈറ്റ് കത്തുന്നതാണെങ്കിലും ഫാൻ ആണെങ്കിലും എല്ലാം നടക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് വേണം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഞാനിപ്പോൾ പറഞ്ഞെന്താ? അപ്പം ഇലക്ട്രോണിനെ എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ എക്സ്റ്റേണലി വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ? വർക്കിൻ്റെ യൂണിറ്റ് എന്താ? ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട യൂണിറ്റ്സും ഡയമെൻഷൻസും ഒക്കെ നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ജസ്റ്റ് ആയിട്ടൊന്ന് പറയും. വർക്ക് പവറൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീണ്ടും ഫിസിക്സ് പഠിക്കുന്നുണ്ടാവും. ഇവിടെ തൽക്കാലം ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ വർക്ക് എന്താണോ എന്ന് പറയുന്നുണ്ട്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് സെറ്റ് ടു ബി ഡൺ വെൻ എ ഫോഴ്സ് ഡിസ്പ്ലേസസ് എ ബോഡി ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഞാൻ പറഞ്ഞില്ലേ, എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഞാൻ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു, അത് എത്ര ദൂരമാണ് ഞാൻ മൂവ് ചെയ്തത്, അതിനനുസരിച്ച് F/S ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചെയ്ത വർക്ക് ഡൺ കിട്ടും. അപ്പോൾ വർക്ക് സെറ്റ് ടു ബി ഡൺ വെൻ ഫോഴ്സ് F ഡിസ്പ്ലേസസ് എ ബോഡി ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്, അതായത് A to B അല്ലെങ്കിൽ B to A എന്ന് പറയാം. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അപ്പോൾ വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാം. പക്ഷെ നമുക്ക് കുറച്ചുകൂടി സുപരിചിതമായിട്ടുള്ള വേറൊരു യൂണിറ്റ് ഉണ്ട്. എന്താണ് വർക്ക് ഡണ്ണിന്റെ അല്ലെങ്കിൽ എനർജിയുടെ? ഇറ്റ് ഈസ് ഈക്വൽ ടു ജൂൾ എന്ന് പറയാം. ജൂൾ എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ് വർക്ക് ഡണ്ണിന്റെ അല്ലെങ്കിൽ എനർജിയുടെ. 1 ജൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ വർക്കിന്റെ യൂണിറ്റ് എന്താണെന്നും അതുപോലെ തന്നെ വർക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളിവിടെ പറഞ്ഞു. ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞതാ. എന്തിനു വേണ്ടി ഞാൻ ഈ പറഞ്ഞേ? കാരണം ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു അല്ലേ, ഒരു ഇലക്ട്രോണിനെ ഒരു സർക്യൂട്ടിൽ ഇലക്ട്രോണിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ, ഇവിടെ ഈ ബോക്സ് മൂവ് ചെയ്യിപ്പിച്ച പോലെ ഞാൻ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഞാൻ എക്സ്റ്റേണലി വർക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ത് നമ്മൾ ഈ പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി പഠിക്കാൻ പോകുന്നത്. അതായത് എനിക്ക് എന്ത് ചെയ്യണം? ഒരു സർക്യൂട്ടിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഞാൻ എക്സ്റ്റേണലി വർക്ക് ചെയ്യണം. ആ വർക്കാണ് ആര് ചെയ്യുന്നത്? ഈ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ ഈ ബാറ്ററി ചെയ്യുന്നത്. ഈ ഇലക്ട്രോൺസിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കാനായി നമ്മൾ എക്സ്റ്റേണലി ചെയ്യേണ്ട വർക്കാണ് ആരിവിടെ ചെയ്യുന്നത്? ഈ പറയുന്ന ബാറ്ററി ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് വോൾട്ടേജ് എന്നൊന്ന് പറഞ്ഞേ.
വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എനിക്ക് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ട വർക്ക്, അല്ലെങ്കിൽ ആരാണോ ചെയ്യുന്നത്, ഒരു ബാറ്ററി ആണെങ്കിൽ ബാറ്ററി, അവർ ചെയ്യേണ്ടി വരുന്ന എക്സ്റ്റേണൽ വർക്ക് എത്രയാണോ അതിനെയാണ് നമ്മൾ രണ്ട് പോയിന്റ്സിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നോ വോൾട്ടേജ് എന്നോ പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് വിച്ച് നീഡ്സ് ടു ബി ഡൺ സോ ആസ് ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. അതായത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വല്ലതും പറയുകയാണെന്ന് വിചാരിക്കാം. എ ബി, എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. കാരണം എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യലാണ്. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എനിക്കൊരു ചാർജിനെ അല്ലെങ്കിൽ 1 കൂളം ചാർജിനെ അല്ലെങ്കിൽ 1 ഇലക്ട്രോണിനെ മൂവ് ചെയ്യിപ്പിക്കാനായി, എന്തോ ആയിക്കോട്ടെ, ഒരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാനായി എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാനായി ഞാൻ ചെയ്യേണ്ടി വരുന്ന വർക്കിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നോ വോൾട്ടേജ് എന്നോ പറയുന്നത്. ഇതിനെ കുറച്ചുകൂടി ഒന്ന് സ്റ്റാൻഡേർഡ് ആക്കി പറഞ്ഞാലോ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പൊട്ടൻഷ്യലിൻ്റെയോ വോൾട്ടേജിൻ്റെയോ ആക്ച്വൽ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ വേറെ ടേംസും ഉണ്ട്, ഇതിൻ്റെ ഒന്നും ആക്ച്വൽ ഡെഫിനിഷൻ ഞാൻ ഈ പറഞ്ഞതല്ല. കാരണം അത് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബാക്കിൽ പറയേണ്ടതുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, നമ്മളിവിടെ പഠിക്കുന്ന എന്തിനാണ്? ഫിസിക്സിൽ നിന്ന് ചോദിക്കുന്ന 100% ചോദ്യങ്ങളും എഴുതാനാണ്, അല്ലാതെ ഫിസിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ PhD എടുക്കാനല്ല. അത്രയും ഡെപ്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. നോക്കുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിനെ തന്നെ എനിക്ക് എന്ത് പറയാം? ഇലക്ട്രിക് വോൾട്ടേജ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഇലക്ട്രിക് വോൾട്ടേജ് എന്ന് പറയാം, അല്ലെങ്കിൽ വെറുതെ എനിക്ക് വോൾട്ടേജ് എന്ന് പറയാം. പോയിന്റ് ക്ലിയർ ആണോ? ഇതെല്ലാം എന്ത് തന്നെയാണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവും, അതിൽ ഇതിൻ്റെ ബാക്കി പേരുകളും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് വോൾട്ട്. എന്താണ് 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ? 1 വോൾട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അതായത് എൻ്റെ കയ്യിൽ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ അതിൽ എന്ത് ചെയ്തു? ഒരു ബാറ്ററിയെ കണക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പറയുകയാണ് ഒരു കറണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ എനിക്ക് എന്തായാലും അറിയാം, ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണം. എങ്ങനെയാണ് കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുക എന്നൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ പറയുകയാണ് എൻ്റെ പോയിന്റ് A ഇതാണ്, B ഇതാണെന്ന് വിചാരിക്കാം. 1 volt is the potential difference between 2 points in a current carrying conductor. അതായത് എക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ VAB എന്ന് പറഞ്ഞു. അത് ഈക്വൽ ടു 1 വോൾട്ട് ആണെന്ന് പറയണമെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്? അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എനിക്ക് 1 കൂളോംബ് ചാർജിനെ മൂവ് ചെയ്യണമെങ്കിൽ, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എനിക്ക് 1 കൂളോംബ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഞാൻ 1 ജൂൾ ഓഫ് വർക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 1 ജൂൾ ഓഫ് വർക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ 1 കൂളം ചാർജിനെ എനിക്ക് എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാം എക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്, എക്കും ബിക്കും അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 1 വോൾട്ട് എന്ന് പറയാം. പോയിന്റ് ക്ലിയർ ആണോ? ചെറുതായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാം. ഒന്ന് നോക്കി, ഞാൻ ഒന്നും കൂടി ഇതൊന്ന് സിമ്പിളായിട്ട് പറയാം. നോക്കാം. See, 1 volt is the potential difference between 2 points in an electric circuit. A എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതാണ്, B എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതാണ്. അതായത് എക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എനിക്ക് 1 വോൾട്ട് എന്ന് പറയാം. എപ്പോൾ 1 വോൾട്ട് എന്ന് പറയാം? എപ്പോഴാണ് എനിക്ക് പറയാൻ പറ്റുക? എയിൽ നിന്ന് ബിയിലേക്ക് 1 കൂളോംബ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാനായി എനിക്ക് 1 ജൂൾ ഓഫ് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ. പോയിന്റ് ക്ലിയർ ആണോ? അതായത് മീൻ ചെയ്യുന്നത് എന്താണ്? എനിക്ക് 1 കൂളം ചാർജിനെ ഇവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? 1 ജൂൾ ഓഫ് എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം. പോയിന്റ് ക്ലിയർ ആണോ? അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ 2 പോയിന്റ്സും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമുക്ക് 1 വോൾട്ട് എന്ന് പറയാം. പോയിന്റ് ക്ലിയർ ആണോ? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് കൺഫ്യൂസിങ്ങുമാണ്. എഗെയിൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ എന്താണ് 1 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 1 വോൾട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് between 2 points in a current carrying conductor when 1 joule of work is done to move a charge of 1 coulomb from one point to another. അപ്പോൾ എന്താണ് 1 volt is equal to 1 joule per coulomb ആണ്. ഇനി ഇതിനെ ബേസ് ഒരു ചെറിയൊരു പ്രോബ്ലം കൂടി ചെയ്താലോ? എന്താണ് 1 volt is equal to 1 joule per coulomb ആണ്.
ഈ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ അല്ലേ? നോക്കുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 points ഇസ് ഗിവൺ ബൈ വർക്ക് ഡൺ ബൈ ചാർജ് ആണ്. V ഈസ് ഈക്വൽ ടു W/Q ആണ്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഡെഫിനിഷൻ അല്ല ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്, ജസ്റ്റ് ഒരു 10th ക്ലാസ് NCERT ലെവലിൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഡെഫിനിഷൻസിലേക്ക് മാത്രം നോക്കുക. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. നോക്കുക, ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് 2 coulomb ചാർജ് across 2 points having potential difference of 12 volt. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് കടമെടുക്കുകയാണ്. A to B. ഓക്കെ, 2 പോയിന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഹൗ മച്ച് NCERT-ലുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? കാരണം ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷൻ പോലും NCERT ഇല്ല. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും നീട്ടി വലിച്ച് പറഞ്ഞത്. ഓക്കെ, അഗെയിൻ ഞാൻ പറഞ്ഞു, ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ അല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ പ്രോബ്ലത്തിലൂടെ ഈ പൊട്ടൻഷ്യൽ എന്താണെന്ന്, അല്ലെങ്കിൽ ഇലക്ട്രിക് വോൾട്ടേജ് എന്താണെന്നും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നും ഒന്ന് മനസ്സിലാക്കി വെക്കുക. How much work is done in moving a charge of 2 coulomb? അപ്പം നമുക്ക് 2 coulomb ചാർജ് ഉണ്ട്, 2 coulomb ചാർജ് ഉണ്ട് across 2 points having a potential difference of 12 volt. എക്കും ബിക്കും അക്രോസ് 12 വോൾട്ട് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഉള്ളത്. എനിക്ക് എന്ത് ചെയ്യണം? എയിൽ നിന്ന് ബിയിലേക്ക് എനിക്ക് ഈ 2 coulomb ചാർജിനെ, ദാറ്റ് ഈസ് 2 coulomb ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകണം. How much work is to be done in moving a 2 coulomb charge across 2 points having a potential difference of 12 volt? അപ്പോൾ എന്താണ് നമുക്കറിയാം, ദാറ്റ് ഈസ് 1 volt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 volt, ദാറ്റ് ഈസ് 1 volt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 volt is equal to എന്താണ്? It is equal to work done by charge. വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് പറയാം. 1 coulomb ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എനർജിയാണ് എന്ത്? 1 volt എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? 12 volt ആണ് എക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 12 volt. ഇറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. നമുക്കറിയില്ല ബൈ എത്ര ചാർജാണ് എനിക്ക് മൂവ് ചെയ്യേണ്ടത്? 2 coulomb ചാർജാണ് മൂവ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 2 coulomb into 2 coulomb into 12 volt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ആണ്. വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. അതായത് ഈ പ്രോബ്ലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഞാൻ 24 ജൂൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്റ്റേണലി ഞാൻ 24 ജൂൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എയിൽ നിന്ന് ബിയിലേക്ക് 2 coulomb ചാർജിനെ കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഇത്രയേ ഉള്ളൂ. അതായത് 2 coulomb ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകാനായി ഞാൻ എത്ര എനർജി സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര വർക്ക് എക്സ്റ്റേണലി ചെയ്യണം? 24 ജൂൾ ഓഫ് വർക്ക് ചെയ്താൽ മാത്രമേ 2 coulomb ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ വോൾട്ടേജ് എന്താണെന്നും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എഗെയിൻ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഇതിനേക്കാൾ ഡെപ്തിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. എന്താണ് വോൾട്ടേജ് എന്ന് മനസ്സിലാക്കുക. 1 volt എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞ എന്താണ്? 1 volt is equal to 1 joule per coulomb ആണ്. അത് മനസ്സിലാക്കുക. ഈ ഡെഫിനിഷൻ നോക്കുക. 1 joule of work is done to move a charge of 1 coulomb from one point to another. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആ പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി ഈ വോൾട്ടേജിനെ മെഷർ ചെയ്യാൻ 2 പോയിന്റ്സ് തമ്മിലുള്ള, അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 2 പോയിന്റ്സ് എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ അവർക്കിടയിൽ എത്ര വോൾട്ടേജ് കൊടുത്താലേ ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാർജിന് മൂവ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ 2 പോയിന്റ്സിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെന്ത്? വോൾട്ട് മീറ്റർ. 2 പോയിന്റ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെന്ത്? വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ് കോൾഡ് വോൾട്ട് മീറ്റർ മെഷേഴ്സ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ സർക്യൂട്ട്. പോയിന്റ് ക്ലിയർ ആണോ? അത് എക്കും ബിക്കും അക്രോസ് ഉള്ള 2 പോയിന്റ്സിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്താണ്? വോൾട്ട് മീറ്റർ ആണ്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു പോയിന്റ്. വോൾട്ട് മീറ്റർ ഇസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ ഇൻ എ സർക്യൂട്ട് ത്രൂ വിച്ച് ദ കറന്റ് ഇസ് ടു ബി മെഷേർഡ്. നോക്കുക, അതായത് എനിക്ക് ഇതിന് അക്രോസ്, ഫോർ എക്സാമ്പിൾ ഈ ബൾബിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതാണ് 2 പോയിന്റ്സ് എങ്കിൽ, എയും ബി എന്ന് പറയുന്ന 2 പോയിന്റ്സ് ആണെങ്കിൽ അതിന് അക്രോസ് ആയിരിക്കും ഞാൻ പാരലായിട്ടായിരിക്കും എന്ത് കണക്ട് ചെയ്യുക? വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. ചോദിച്ച RRBക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. പോയിന്റ് ക്ലിയർ ആണോ? നോക്കുക, വോൾട്ട് മീറ്റർ ഇസ് യൂസ് ടു മെഷർ. വോൾട്ട് മീറ്റർ എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു RRB ഗ്രൂപ്പ് ഡി ചോദിച്ചാണ്, ഓൾറെഡി ഞാൻ തുടക്കത്തിൽ കാണിച്ചാണ്. എന്താണ്? വോൾട്ട് മീറ്റർ ഇസ് യൂസ് ടു മെഷർ
വോൾട്ടേജ് മെഷർ ചെയ്യാനാണ്, അല്ലെങ്കിൽ അതിനെ തന്നെ പറയുന്നതാണ് എന്ത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ വെറും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാലും അത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. ഇനി ഇതിൻ്റെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? അതായത് വോൾട്ടേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാം, ഇലക്ട്രിക് പ്രഷർ എന്ന് പറയാം, ഇലക്ട്രിക് ടെൻഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോലെ വെറും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും പറയാം. പോയിന്റ് ക്ലിയർ ആണോ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറയുന്ന ഇലക്ട്രിക് വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പ്രഷർ, ഇലക്ട്രിക് ടെൻഷൻ, വോൾട്ടേജ്, അല്ലെങ്കിൽ വെറുതെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചോദിച്ചാലും ഇതെല്ലാം മീൻ ചെയ്യുന്ന ഒരേ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. എഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. 1 വോൾട്ട് ഈസ് ഈക്വൽ ടു 1 ജൂൾ പെർ കൂളോംബ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, ഓർ ജൂൾ പെർ കൂളോംബ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്താണ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ്. അതാണ് ജൂൾ പെർ കൂളോംബ് വരാൻ കാരണം. വർക്ക് ഡൺ ജൂൾ ബൈ കൂളോംബ്, അതാണ് എന്ത് 1 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് തന്നെ വെക്കുക. ഓക്കെ, പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യം, ദ ഡാഷ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ, എന്താണ് സ്കോർ പോയിന്റ് ആയിട്ട് പറഞ്ഞു. വോൾട്ട് മീറ്റർ ഇസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ ഇൻ എ സർക്യൂട്ട്. വോൾട്ട് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? വോൾട്ട് മീറ്റർ ഇവിടെ എന്താണ്? വോൾട്ട് മീറ്റർ ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആരാണ്? വോൾട്ട് മീറ്ററിനെയാണ്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് വോൾട്ട് മീറ്ററിന്റെ സിമ്പൽ എന്താണ് നോക്കുക. അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ ഇസ് യൂസ്ഡ് ടു മെഷർ, കണ്ടോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഇനി വോൾട്ട് മീറ്ററിന്റെ സിമ്പൽ എന്താണ്? വോൾട്ട് മീറ്ററിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, കണ്ടോ, ഒരു വട്ടത്തിൽ ഒരു വി ഇടുന്നതാണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. ചില സർക്യൂട്ടിലാണ്, ചിലതിലാണെങ്കിൽ പ്ലസ് മൈനസും കൂടി കാണും. ഇതിന്റെ സിമ്പൽ റെപ്രസെന്റ്സ് ഓൾറെഡി ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച ചോദ്യമാണ്. ഇത് സിമ്പിൾ റെപ്രസെന്റ്സ് എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് വോൾട്ട് മീറ്ററിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് വോൾട്ട് മീറ്റർ ആണെന്ന് പറഞ്ഞു, അത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സിമ്പലും നമ്മൾ പഠിച്ചു. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ കറണ്ടും വോൾട്ടേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ വോൾട്ടേജിന്റെ ഡെഫിനിഷൻ കുറച്ച് കൺഫ്യൂസിംഗ് ഒക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനൊരു കണ്ടക്ടർ എടുത്തു, അതെ, ഒരു കണ്ടക്ടർ എടുത്തു, ഒരു വോൾട്ടേജ് കണക്ട് ചെയ്തു, ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും ആണല്ലോ. ഒരു വോൾട്ടേജ് കണക്ട് ചെയ്തു, ഒരു ബാറ്ററി കണക്ട് ചെയ്തു, അതിൽ വോൾട്ടേജ് കൊടുത്തു. വോൾട്ടേജ് എന്തിനാണ് കൊടുക്കുന്നത്? ഈ ഇലക്ട്രോൺസിനെ തള്ളി നീക്കാനൊക്കെയാണ്, നല്ല നമ്മൾ പഠിച്ചു. ഇനി ഞാൻ ഈ വോൾട്ടേജ് കൊടുത്താൽ ഉടനെ തന്നെ കറണ്ട് ഫ്ലോ ചെയ്യുമോ? കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി ഈ കറണ്ട് ഫ്ലോയെ, അതായത് ഞാൻ പറഞ്ഞു ഒരു വർക്ക് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോൺസിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് ഞാൻ നേരത്തെ ഈ പറയുന്ന ഒരു ബോക്സിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഒരു ബോക്സ്, ഇതാണ് ആ ബോക്സ്. ഓക്കെ, എനിക്ക് അവനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഞാൻ മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഈ വർക്ക് ചെയ്യുന്ന എപ്പോഴും എന്താണ്? ആരെങ്കിലും ഒപ്പോസ് ചെയ്യുമ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്ന ആരാ? ഇവിടെ ഏതിനെതിരെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്? ഈ ഫ്രിക്ഷനെതിരെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. അതായത് ഈ ഇലക്ട്രോൺസിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നത്, അതായത് ഇലക്ട്രോൺസിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നത് എന്താണ്? ആ കറണ്ടിനെ ഫ്ലോ ചെയ്യിപ്പിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അത് എല്ലാ മെറ്റീരിയലിലും ഉണ്ട്. കാരണം എല്ലാ മെറ്റീരിയലിലും എന്തുണ്ട്? ഈ നമ്മൾ വോൾട്ടേജ് കൊടുത്താൽ ഉടനെ കറണ്ട് ഫ്ലോ ഇല്ല. ഇത് കുറച്ചൊക്കെ ഒന്ന് എന്ത് ചെയ്യും? തടുത്ത് നോക്കും. ആ ഒപ്പോസിഷൻ, അതായത് കറണ്ടിന്റെ ഫ്ലോയെ അല്ല ഇലക്ട്രോണിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി എന്തിലുണ്ട്? നമ്മുടെ കണ്ടക്ടറിൽ, അല്ലെങ്കിൽ ഏത് കണ്ടക്ടർ ആയിക്കോട്ടെ, ഏത് മീഡിയം ആയിക്കോട്ടെ, അതിലുണ്ട്. ആ പ്രോപ്പർട്ടി വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ചാർജസ്, അല്ലെങ്കിൽ വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട്, അതിനെയാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഞാനൊരു വോൾട്ടേജ് കൊടുത്തു, കറണ്ട് ഫ്ലോ ചെയ്യേണ്ടതാണ്, ശരിയാണ്, കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. പക്ഷെ ആ കറണ്ട് ഫ്ലോയെ ആ കണ്ടക്ടറിൽ നിന്ന് തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അവനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ ഇറ്റ്. അതായത് കറണ്ടിന്റെ ഫ്ലോ അല്ലെങ്കിൽ ചാർജസിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ആ കണ്ടക്ടറിന്റെ അല്ലെങ്കിൽ ആ മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് ആർ, അതിനെ നമ്മൾ റെസിസ്റ്റൻസിനെ ആർ എന്നാണ് പറയുക. ഇസ് എ കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ മെറ്റാലിക് വെയർ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുക്കുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അതായത്
ദാറ്റ് ഈസ് ഞാനൊരു കണ്ടക്ടർ എടുത്ത് ഒരു കോപ്പർ വയർ ആയിക്കോട്ടെ, ഓക്കെ, അതിലൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യണം. ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടി, ഈ കണ്ടക്ടറിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ് ഞാൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത്. ഇനി അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിൽ ഈ കണ്ടക്ടർ ഈ പറയുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒപ്പോസ് ചെയ്യുന്നത്, അതായത് കറണ്ടിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ആ വാല്യൂ അല്ലെങ്കിൽ ആ എത്രത്തോളം ആണ് ഒപ്പോസ് ചെയ്യുന്നത് എന്നുള്ള ക്വാണ്ടിറ്റിയാണ് എന്ത് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂയിലൂടെ കിട്ടുന്നത്. എത്ര റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ആ കറണ്ടിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അത് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഇതേ ഒപ്പോസിഷൻ ആയിരിക്കില്ല, അതായത് 25 ഡിഗ്രി സെൽഷ്യസിൽ ഈ കറണ്ടിൻ്റെ ഫ്ലോ ചെയ്യുന്നതിൽ കറണ്ടിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന അതേ വാല്യൂ ആയിരിക്കില്ല എന്ത് ചിലപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിൽ. ടെമ്പറേച്ചർ അനുസരിച്ച് ഈ ഒപ്പോസിഷൻ കൂടുകയോ കുറയുകയോ ചെയ്യാം. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഒപ്പോസിഷൻ കൂടാം കുറയാം. കണ്ടക്ടേഴ്സിലാണെങ്കിൽ ശ്രദ്ധിക്കുക, കണ്ടക്ടേഴ്സിൽ ടെമ്പറേച്ചർ കൂടുന്തോറും ഈ കറണ്ടിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നതും കൂടും, അതായത് റെസിസ്റ്റൻസ് കൂടും. അതായത് ഒരു മെറ്റാലിക് കണ്ടക്ടർ എടുക്കുകയാണ്, ഒരു കോപ്പർ ആയിക്കോട്ടെ അലുമിനിയം ആയിക്കോട്ടെ, ഏത് മെറ്റാലിക് കണ്ടക്ടർ എടുത്താലും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ കണ്ടക്ടർ കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നതും കൂടും. അഗൈൻ അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാം. കാരണം കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ്, ഇൻസുലേറ്ററിൽ എങ്ങനെയാണ്, ഇത് തമ്മിൽ എങ്ങനെ നമുക്ക് വേർതിരിക്കാം, അതിൽ ടെമ്പറേച്ചർ അനുസരിച്ചുള്ള വ്യത്യാസം എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞോളൂ, ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ മെറ്റാലിക് വെയർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ, ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ മെറ്റാലിക് വെയർ. ഏതൊരു കണ്ടക്ടർ ആണെങ്കിലും അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറും. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി ഈ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ്. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അതിന്റെ സിമ്പിൾ എങ്ങനെയാണ്? ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, ഓം, ഗ്രീക്ക് ലെറ്റർ. മനസ്സിലായോ? അപ്പോൾ റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓംസ് ആണ്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഗ്രീക്ക് ലെറ്റർ ഓം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ, ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യണം അല്ലേ? ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ആര്? ആർ എന്ന് പറയുന്നത്. ഈ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷനും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതൊന്ന് നമുക്ക് ഡിഫൈൻ ചെയ്താലോ? നോക്കിയേ, സി ഓംസ് ലോ എന്ന് പറഞ്ഞിട്ടൊരു ലോ ഉണ്ട്. ആ ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? ഞാൻ ഈ പറഞ്ഞ വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ലോ ആണ് എന്ത്? ഓംസ് ലോ എന്ന് പറയുന്നത്. എന്താണ് നോക്കുക, ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഓംസ് ലോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, പ്രഷർ, ബോത്ത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അങ്ങനെയൊന്നുമല്ല. എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ മാത്രമാണ് എന്ത് ഈ ഓംസ് ലോ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ്? ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, that is നമുക്കിലേക്ക് വരാം. At constant temperature the voltage across a resistor is proportional to the current. മനസ്സിലായോ? അതായത് ഈ റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്, ഈ റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ്. പോയിന്റ് ക്ലിയർ ആണോ? ഈ ഒപ്പോസിഷൻ, കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ വെച്ചിട്ട്, റെസിസ്റ്റൻസിന്റെ സിമ്പിൾ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ഈ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഈ ഒരു കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് ഞാൻ ഈ സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ പ്രൊപ്പോർഷൻ ആണ്. നോക്കുക, ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the voltage across the resistor is proportional to the current, where the constant of proportionality is called resistance. അപ്പോൾ വോൾട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്, ഓർ വോൾട്ടേജ് ഈക്വൽ ടു I ഇൻറ്റു ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്, റെസിസ്റ്റൻസ് ആണ്. അത് ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലേ? അഗൈൻ ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ ഒപ്പോസിഷൻ ഓഫേർഡ് ടു ദി ഫ്ലോ ഓഫ് കറണ്ട് ആണ്. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓംസ് ലോ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്, ഞാനിപ്പോൾ ഈ പറഞ്ഞ റിലേഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു ഓംസ് ലോ ട്രയാങ്കിൾ വെച്ച് പറയാം. ഓംസ് ലോ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I ആണ്. V is equal to I into that is V is equal to I into R ആണെന്ന് ഞാൻ പറഞ്ഞു. I into R ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് വെച്ചിട്ട് എനിക്ക് എങ്ങനെ പറയാം? ഇതിന് I എങ്ങനെ കണ്ടുപിടിക്കാം? I is equal to V by R എന്ന് പറയാം. ഓർ വേറെ രീതിയിൽ എനിക്ക് എങ്ങനെ പറയാം?
ആർ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് പറയാം. ഇതെല്ലാം എനിക്ക് ഈ ഓംസ് ലോ ട്രയാങ്കിളിൽ നിന്ന് കിട്ടും അല്ലേ? അഗെയിൻ ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. അതല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ഓർ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്നുള്ള റിലേഷൻ ഓർത്തിരിക്കുക, വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള റിലേഷൻ ഓർത്തിരിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കി ഏത് റിലേഷൻഷിപ്പ്, ഏത് കറണ്ടോ റെസിസ്റ്റൻസോ വോൾട്ടേജ് എങ്ങനെ വേണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ബേസിക്കലി എന്താണ് ഞാൻ പറഞ്ഞത്? വോൾട്ടേജും കറണ്ടും, ഒരു കണ്ടക്ടറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ പ്രൊപ്പോർഷനിലാണ്, അങ്ങനെ നമുക്ക് പറയാം. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആരാണ് നോക്കുക? ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന ജർമ്മൻ ഫിസിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? ഹി ആക്ച്വലി ഡിസ്കവർഡ് അല്ലെങ്കിൽ ഹി ആക്ച്വലി ഫൗണ്ട് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് ഐ ഫ്ലോയിങ് ഇൻ എ മെറ്റാലിക് വയർ ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് ടെർമിനൽസ്. പോയിന്റ് ക്ലിയർ ആണോ? അഗെയിൻ ഈ ഓംസ് ലോ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് പലരും ഇപ്പോൾ വിചാരിക്കണം ഇതല്ലല്ലോ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ സ്റ്റേറ്റ്മെന്റ്? ഇത് പല തരത്തിൽ ചോദിക്കാറുണ്ട്. ഓരോ ടെക്സ്റ്റ് ബുക്കിലും ഓരോ രീതിയിലായിരിക്കും. ഞാൻ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കുന്നുണ്ട്. നോക്കുക. ഓംസ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഓംസ് ലോ ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിൽ ഏത് വന്നാലും ഓംസ് ലോ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. Ohm's law gives the relationship between voltage, current and resistance of a circuit. Ohm's law states that the ratio of voltage V across any 2 points in a circuit to the current flowing through it, ratio of voltage to current is constant. ഈ കോൺസ്റ്റന്റ് ആണ് എന്ത്? ഇറ്റ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. പ്രൊവൈഡഡ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ടറിലുള്ള വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റിനെയാണ് ഞാൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസിന്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ. ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കറണ്ടിന്റെ ഫ്ലോയെ, ആ കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നവനാണ് എന്ത്? ഒപ്പോസ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ദിസ് കോൺസ്റ്റന്റ് ഇസ് ഡിനോട്ടഡ് ബൈ റെസിസ്റ്റൻസ് R of the circuit. പോയിന്റ് ക്ലിയർ ആണോ? ഇനി അടുത്തത് ഓംസ് ലോ വേറൊരു രീതിയിലും പറയാം. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് in any electrical closed circuit the current I is directly proportional to the voltage and it is inversely proportional to the resistance at constant temperature. ഇവിടെ പറഞ്ഞ എന്താ? അതായത് ഏതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിലും, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/R ആണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. കാരണം അങ്ങനെ തന്നെയല്ലേ റെസിസ്റ്റൻസ്. ഇപ്പം ഞാൻ V/I is equal to R എന്ന് പറഞ്ഞു, ഓർ V/R is equal to I എന്ന് എനിക്ക് പറഞ്ഞൂടെ? ഇത് വെച്ചിട്ട് എനിക്ക് എങ്ങനെ പറയാം? കറണ്ട് വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്, കറണ്ട് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറണ്ടിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നത് കൂടുകയാണ് അതിന്റെ മീനിങ്. അതായത് റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ, ഇപ്പം എനിക്ക് കറണ്ട് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? I is equal to V/R ആണ്. റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഡിനോമിനേറ്റർ കൂടിക്കഴിഞ്ഞാൽ ഈ ഐയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. പോയിന്റ്. അതുകൊണ്ടാണ് ഈ കറണ്ട് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. പോയിന്റ് ക്ലിയർ ആണോ? വോൾട്ടേജ് കൂടിയാൽ I ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V ആണ്. വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും. റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. ഈ ബേസിക് റിലേഷൻഷിപ്പ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ മീനിങ് കൂടെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി സിമ്പിൾ ഓഫ് റെസിസ്റ്റൻസ് ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞു. എന്താണ് റെസിസ്റ്റൻസ്? ആ ഒപ്പോസിഷൻ, ഒരു സർക്യൂട്ടിൽ കറണ്ടിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് പറയുന്നത്. അതിനൊരു സർക്യൂട്ടിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് എന്ത്? ഈ സിമ്പിൾ എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഇതേ സിമ്പിൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുണ്ട്. ദ സിമ്പിൾ ഓഫ് റെസിസ്റ്റൻസ് R ഇസ് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇത് ഇൻഡക്ടർ ആണ്, ഇത് ബാറ്ററി ആണ് അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സിമ്പിൾസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടാവും. നമുക്ക് അതിൽ പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു സർക്യൂട്ടിൽ ഈ ഒരു കറണ്ടിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നതിനെ എനിക്ക് ഇങ്ങനെ സർക്യൂട്ടിൽ ഇങ്ങനെ വരച്ചാൽ മതിയോ? അല്ല, എനിക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടി ഞാൻ ഈ വയറിനെ, അല്ലെങ്കിൽ ഈ വയർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ, ഒപ്പോസിഷനെ വരയ്ക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ദാറ്റ് ഈസ്, എനിക്ക് ഈ ബാറ്ററിയെ എനിക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചു, ബൾബ് വരച്ചു. എന്നിട്ട് ഈ എൻറ്റയർ സർക്യൂട്ടിന്റെ ഒപ്പോസിഷൻ, ഈ കറണ്ടിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടി ഞാൻ എന്തെന്ന് വരയ്ക്കുന്നു? ഇങ്ങനെ റെസിസ്റ്റൻസ് എന്ന് വരയ്ക്കുന്നു. അതാണ് ഈ ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ഓഫ് റെസിസ്റ്റൻസ് R. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇതൊക്കെ എലമെന്ററി കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതേ ഉള്ളൂ. പോയിന്റ് ക്ലിയർ ആണോ? ഇതിനെ ബേസ് ചെയ്ത് ഓൾറെഡി ഒരു ചോദ്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതാ. NTPC തന്നെ ചോദിച്ചാണ്.
A dash is a passive two-terminal electrical component that implements electrical resistance in as a circuit element. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒപ്പോസിഷൻ ടു ഫ്ലോ ഓഫ് കറണ്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എലമെൻ്റ് ആണ് എന്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതെന്താണ്? റെസിസ്റ്റൻസ് ഇസ് എ പാസീവ് ടു ടെർമിനൽ ഇലക്ട്രിക്കൽ കോമ്പണന്റ്. ഈ പാസീവ് രണ്ട് ടെർമിനലുള്ള ടെർമിനൽ 1 ടെർമിനൽ 2 ഉള്ള ഒരു ഇലക്ട്രിക്കൽ കോമ്പണന്റ് ആണ് എന്താണ് വിച്ച് ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ട് എലമെന്റ് ആണ് എന്ത്, അല്ലെങ്കിൽ സർക്യൂട്ട് കോമ്പണന്റ് ആണ് എന്ത്, ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത്. കണ്ടോ, റെസിസ്റ്റർ is a passive two-terminal electrical component that implements electric resistance as a circuit element. പോയിന്റ് ക്ലിയർ ആണോ? റെസിസ്റ്റൻസ്. അപ്പോൾ കണ്ടോ, ഈ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. പക്ഷേ മനസ്സിലാക്കുക, ഒരു സർക്യൂട്ടിൽ കറണ്ടിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്, നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ആ സർക്യൂട്ടിൽ വരച്ച് കാണിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു സിമ്പൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്, ആ ഒപ്പോസിഷനെ ആ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നത്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ. Okay. Which of the following law states the relationship between current flowing through a metallic device and potential difference across its end? Point clear ആണോ? അതായത് ഏത് റിലേഷൻഷിപ്പ്, ഏത് ലോ ആണ് which gives the relationship between current flowing through a metallic device and the potential difference across its end? കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റിലെ ഏതോ ഒന്നിലല്ലേ നമ്മൾ, അതുകൊണ്ടാണ് ഡിഫറൻസ് പല തരത്തിൽ ഇത് ചോദിക്കാം. ഇനി വോൾട്ടേജിന്റെ ടേംസിൽ കറണ്ട് ചോദിക്കാം, കറണ്ടിന്റെ ടേംസിൽ വോൾട്ടേജ് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും ആ വോൾട്ടേജും കറണ്ട് തമ്മിലുള്ള റിലേഷനാണ് ആര് തരുന്നത്, ഓംസ് ലോ തരുന്നത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് ഈ ഓംസ് ലോ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലോ സ്റ്റേറ്റ്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി മെറ്റാലിക് ഡിവൈസ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ്? എന്താണ് ആൻസർ? ഓംസ് ലോ ആണ്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി അടുത്തത്, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് എ യൂണിറ്റ് ഓഫ് വോൾട്ട് ആംപിയർ. ഞാൻ പറഞ്ഞു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/I ആണ്. V is equal to I into R ആണ്, അല്ലെങ്കിൽ I is equal to V/R ആണ്. ഇനി ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് എ യൂണിറ്റ് ഓഫ് വോൾട്ട് ബൈ ആംപിയർ. വോൾട്ട് ബൈ ആംപിയർ ഞാൻ പറഞ്ഞു, വോൾട്ടേജ് ബൈ ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഓംസ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. എന്താണ് ഇവിടെ കറക്റ്റ് ആൻസർ? റെസിസ്റ്റൻസ് ആണ്. ഇനി വേണമെങ്കിൽ എന്ത് ചോദിക്കാം? ഓംസ് എന്ന് ചോദിക്കാം അല്ലേ. ഓംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ട് ബൈ ആംപിയർ ആണ്, അല്ലെങ്കിൽ വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ. നോക്കുക, വീണ്ടും ചോദിച്ചൊരു ചോദ്യമാണ്, ALP ചോദിച്ചാണ്. അക്കോർഡിംഗ് ടു ഓംസ് ലോ, ഇഫ് കറണ്ട് I ഇൻക്രീസസ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V റിമെയിൻസ് കോൺസ്റ്റന്റ് ദെൻ, അതായത് നമുക്കറിയാം V is equal to I into R ആണ്, അല്ലെങ്കിൽ I is equal to V/R ആണ്. എങ്ങനെ വേണം എഴുതാം. ചോദിച്ചിരിക്കുന്നത് എന്താ? ഇഫ് ദ കറണ്ട് I ഇൻക്രീസസ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ഒരു സർക്യൂട്ടിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ്, പക്ഷെ വോൾട്ടേജ് എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അതായത് നോക്കുക, ഒരു സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിൽ കറണ്ട് കൂടുകയാണ്, വോൾട്ടേജ് പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ എന്ത് ചെയ്യാണ്? കുറഞ്ഞാലല്ലേ ഈ കറണ്ട് കൂടുകയുള്ളൂ, കാരണം വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. സോ അക്കോർഡിംഗ് ടു ഓംസ് ലോ, ഇഫ് കറണ്ട് ഇൻക്രീസസ്, I ഇൻക്രീസ് ചെയ്യുകയാണ്, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി റെസിസ്റ്റൻസ് കുറഞ്ഞല്ലേ പറ്റുള്ളൂ. സോ റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് ഡിക്രീസസ്. അക്കോർഡിംഗ് ടു ഓംസ് ലോ, ഇഫ് കറണ്ട് I ഇൻക്രീസസ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V റിമെയിൻസ് കോൺസ്റ്റന്റ് ദെൻ റെസിസ്റ്റൻസ് ഡിക്രീസസ്. പോയിന്റ് ക്ലിയർ ആണോ? ചോദിച്ച ചോദ്യമാണ്, വെറുതെ ഓംസ് ലോ ബേസ് ചെയ്ത് സിമ്പിൾ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റാലിക് വയർ. അതായത് ഇങ്ങനൊരു മെറ്റാലിക് വയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു R ആണെന്ന് പറഞ്ഞു അല്ലേ. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ കൂടി ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്, അല്ലെങ്കിൽ ആ കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന, ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ കൂടി കറണ്ട് എത്ര ഫ്ലോ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അതെന്താണ്? അതായത് ഇറ്റ് ഈസ് ഒപ്പോസിഷൻ ഓഫ് ടു ദി ഫ്ലോ ഓഫ് കറണ്ട് ആണ്. ആ കറണ്ടിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റാലിക് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ലെങ്ത്. അങ്ങനെ ലെങ്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ബേസ് ചെയ്തുകൊണ്ട് 3-4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്.
ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് നമുക്ക് ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദാറ്റ് ഇസ് വി നീഡ് ടു ഫൈൻഡ് ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്. നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് രണ്ടാമത് വരാം. അതായത് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ, ഞാനൊരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ് ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്? എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ലെങ്ത്. ഇതിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നേച്ചർ ഓഫ് ദി മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് അത് ഏത് മെറ്റീരിയലാണ്, അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലാണ്. ഒരു കോപ്പർ, ഞാൻ 1 മീറ്റർ നീളമുള്ള ഒരു കോപ്പർ വയർ എടുത്തു. 1 മീറ്റർ നീളമുള്ള, അതുപോലെ തന്നെ അതിൻ്റെ റേഡിയസ് 1 സെൻറ്റിമീറ്റർ ഉള്ള ഒരു കോപ്പർ വയർ എടുത്തു, ഒരു അലുമിനിയം വയർ എടുത്തു, ഒരു സിൽവർ വയർ എടുത്തു. അതെല്ലാം കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത് ഒരേ രീതിയിലാണോ, അല്ലെങ്കിൽ ഒരേ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണോ എന്നാണ് ഞാൻ ഇൻഡയറക്ട്ലി ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അത് തന്നെയല്ലേ ഇവിടെയും ചോദിച്ചിരിക്കുന്നത്? നോക്കുക, റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റാലിക് വയർ അതെന്താവാം? ഒരു കോപ്പർ ആവാം, അലുമിനിയം ആവാം, സിൽവർ ആവാം, ഗോൾഡ് ആവാം, എന്ത് വേണോ ആവാം. അപ്പോൾ നമുക്കിവിടെ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. നോക്കുക, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ, ഈ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അതായത് ഇതിൻ്റെ നീളം കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസും കൂടും. കാരണം നീളം കൂടുതലാണെങ്കിൽ എന്താണ്? അതിൽ കൂടി കൂടുതൽ നേരം കറണ്ടിന് ഫ്ലോ ചെയ്യണം. അപ്പോൾ കൂടുതൽ നേരം കറണ്ടിനെ അത് ഒപ്പോസ് ചെയ്യും. ലെങ്ത് കൂടുതലാണ്, അതായത് ലെങ്ത് കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. അതായത് റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നമ്മൾ ഒരു പൈപ്പ് എടുക്കുകയാണ്, ഒരു പൈപ്പിൽ കൂടി വെള്ളം ഫ്ലോ ചെയ്യുകയാണ്. ഓക്കെ, ഒരു വലിയ ഡയമീറ്റർ ഉള്ള പൈപ്പിൽ കൂടി ആയിരിക്കും വെള്ളം എളുപ്പത്തിൽ പോകുന്നത്, അത് വളരെ ചെറിയ ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പിൽ കൂടി ആയിരിക്കും? തീർച്ചയായിട്ടും വലിയ ക്രോസ് സെക്ഷനുള്ള, വലിയ ഡയമീറ്റർ ഉള്ള പൈപ്പിൽ കൂടി വെള്ളം വളരെ എളുപ്പത്തിൽ പോകും. അതുപോലെ തന്നെയാണിത്. എന്താണ്? നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലാണെങ്കിൽ, അതായത് ഇത് ഒരു വയറാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതും ഒരു വയറാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് സ്മോളർ ആണ്, ഇതിൻ്റെ ക്യാപിറ്റൽ ആണ്. അതിനനുസരിച്ച് ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ എ ആണെന്ന് വിചാരിക്കുക, ഇതിൻ്റെത് എ ഡാഷ് ആണെന്ന് വിചാരിക്കുക. നമുക്കറിയാം എ എന്ന് പറയുന്നത് >A' ആണ്. അങ്ങനെയെങ്കിൽ ആർക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ, അല്ലെങ്കിൽ ആരായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുക? ഇവനായിരിക്കും. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുകയാണെങ്കിൽ, വലിയ ഡയമീറ്റർ ആണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അവൻ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ അവൻ വളരെ എളുപ്പത്തിൽ കറണ്ടിനെ കടത്തിവിടും. അതുകൊണ്ടാണ് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? റെസിസ്റ്റൻസ് കൂടും. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ, ഒരു മെറ്റാലിക് വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ലെങ്ത് കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. ഏരിയ കൂടിയാൽ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. പോയിന്റ് ക്ലിയർ ആണോ? പിന്നെ ഒരു കാര്യം കൂടെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഈ വയറ് കോപ്പർ ആകാം, അലുമിനിയം ആകാം, സിൽവർ ആകാം, AG ആവാം, ഗോൾഡ് ആവാം, AU ആവാം, ഏത് വേണോ ആവാം അല്ലേ? അപ്പോൾ ആ മെറ്റീരിയലിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഏത് മെറ്റീരിയൽ വെച്ചാണോ ഞാൻ വയർ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വയറിൻ്റെ, അല്ലെങ്കിൽ ഏത് മെറ്റീരിയലിൻ്റെ വയറാണോ ഞാൻ എടുത്തിരിക്കുന്നത്, അതിനെയും കൂടി ആ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് പറയാം? സോ ദ റെസിസ്റ്റൻസ് ഓഫേർഡ്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. അത് ഏത് മെറ്റീരിയലാണ്, അലുമിനിയം ആണോ, കോപ്പർ ആണോ, അല്ലെങ്കിൽ ഗോൾഡ് ആണോ, സിൽവർ ആണോ, ഏത് മെറ്റീരിയലും ആയിക്കോട്ടെ, അതിൻ്റെ പ്രോപ്പർട്ടിയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. അതിൻ്റെ പ്രോപ്പർട്ടി, അതായത് ആ മെറ്റീരിയലിൻ്റെ സ്വഭാവത്തിനെ കാണിക്കുന്ന, അല്ലെങ്കിൽ സ്വഭാവത്തിനെ നമുക്ക് ഇവിടെ ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്? റോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ R ഈസ് ഈക്വൽ ടു, നമുക്ക് എന്തെന്ന് പറയാം? ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A ഓർ ഈക്വൽ ടു L/A ഇൻറ്റു റോ എന്ന് പറയാം. റോ എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് കോപ്പറിൻ്റെ വാല്യൂ വേറെ ആയിരിക്കും, അലുമിനിയത്തിൻ്റെ വാല്യൂ വേറെ ആയിരിക്കും, ഗോൾഡിൻ്റെ വാല്യൂ വേറെ ആയിരിക്കും, സിൽവറിൻ്റെ വാല്യൂ വേറെ ആയിരിക്കും, ഓരോന്നായിരിക്കും. അത് ആ മെറ്റീരിയലിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N, ഓൺ ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A. എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതുപോലെ തന്നെ ഓൺ ദി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഏത് മെറ്റീരിയലാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ആ മെറ്റീരിയലിൻ്റെ
എന്താണ് പ്രോപ്പർട്ടിയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്ത്, ഈ റോ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു V/I. അതിനെന്താണ്, ഓംസ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഓംസ് ആണ് അതിൻ്റെ യൂണിറ്റ്. ഇനി ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനെയും കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു വയർ ഞാൻ എടുത്തു, ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിൻ്റെ നീളത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ വയറിൻ്റെ ലെന്ത് എന്ന് പറയുന്നത്, ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിൻ്റെ ഫിസിക്കൽ ലെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെയാണ്, ഏരിയ കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയും, ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. ആ ലെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ആ മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ പ്രോപ്പർട്ടിയും ഡിപ്പെൻഡ് ചെയ്യും. ഏത് മെറ്റീരിയലാണോ അതിനനുസരിച്ചായിരിക്കും എന്ത്, അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവുക. ഇത്രയും പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെ പറയാം, സോ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A എന്ന് പറയാം. വേർ റോ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ റെസിസ്റ്റിവിറ്റി, ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ പെർട്ടിക്കുലർ മെറ്റീരിയൽ. എൽ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ഇനി ഒരു അഡീഷണൽ കാര്യം കൂടി നമുക്ക് പറയാം. ദാറ്റ് ഈസ്, നോക്കുക, നമ്മൾ ഓൾറെഡി റെസിസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞു. ആർ ഈക്വൽ ടു റോ ഇൻറ്റു L/A എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വയർ എടുക്കുകയാണ്, ഒരു കോപ്പർ വയർ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു കോപ്പർ വയർ എടുക്കുകയാണ്. ഇതിൻ്റെ ലെങ്ത് L ആണ്, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയലിനും, ഇപ്പോൾ കോപ്പറിന് വേറെ ആയിരിക്കും, അലുമിനിയത്തിന് വേറെ ആയിരിക്കും, ഓരോ മെറ്റീരിയലിനും ഓരോന്നായിരിക്കും. എല്ലാ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, സ്ഥിരമായി എക്സാമിന് ചോദിക്കുന്നത് ഏതെന്നുള്ളത് ഞാൻ ടേബിളായിട്ട് തരുന്നുണ്ടാവും. നിൽക്കുക. അപ്പോൾ ഞാൻ എടുക്കുകയാണ് ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A ആണല്ലോ. ഇത് ഞാൻ L1 എന്ന് എടുത്തു, ഇത് A1 എന്ന് എടുത്തു. അതായത് ഇതിൻ്റെ ലെന്ത് L1 ആണ്, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്. ഇനി ഞാൻ അടുത്തൊരു വയർ എടുത്തു, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A2 ആണ്, ഇത് L2 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു കോപ്പർ സെയിം വയർ തന്നെ, ഇതും കോപ്പറാണ്, ഇതും കോപ്പറാണ്. അങ്ങനെയെങ്കിൽ ഈ റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഇതിനെ ഞാൻ R1 എന്ന് കൊടുത്തു ആദ്യത്തെ. R2 എന്തായിരിക്കും, R2 ഇസ് ഈക്വൽ ടു L2/A2 ആയിരിക്കും. ഇൻറ്റു എന്ത് തന്നെയാണ്, റോ എന്ന് പറയുന്നത് ഇത് കോപ്പർ ആയിരിക്കുന്നിടത്തോളം കാലം എന്ത് തന്നെയായിരിക്കും, റോ തന്നെയായിരിക്കും. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഉള്ള, ഡിഫറെൻറ്റ് ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള രണ്ട് കോപ്പർ വയറാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അവിടെ അതിൻ്റെ ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറും. ആ ഒരു പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ വേറൊരു കാര്യം എടുക്കുകയാണ്. ഇനി ഞാൻ ഇത് ആദ്യം എടുത്തത് ഞാൻ കോപ്പറും രണ്ടാമത് സിൽവറുമാണ് എങ്കിൽ, രണ്ടാമത് വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടെ കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി റോ 1 എന്നും സിൽവറിൻ്റെ അത് റോ 2 എന്നും, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി റോ 2 എന്നും, അതായത് അതിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത്, റോ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന പാരാമീറ്റർ ഡിഫൈൻ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്, റോ 2 ആയിട്ട് ഇടേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോവാം. നോക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയൽ ഉണ്ടാവുന്നത്? വൈ ഡസ് റെസിസ്റ്റൻസ് വേരി ഫ്രം മെറ്റീരിയൽ ടു മെറ്റീരിയൽ? ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ്. ഈ കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. അഗെയിൻ ഫസ്റ്റ് ഒരു കാര്യം നോക്കാം. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന റോ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ പെർട്ടിക്കുലർ മെറ്റീരിയൽ. അതായത് ഒരു കോപ്പർ എടുക്കുകയാണെങ്കിൽ കോപ്പറിൻ്റെ റോ എന്ന് പറയുന്നത് കോപ്പറിന് മാത്രമായിരിക്കും. അലുമിനിയത്തിൻ്റെ റോ എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ മാത്രമായിരിക്കും. സിൽവറിൻ്റെ ആണെങ്കിൽ അതെന്തായിരിക്കും? സിൽവറിൻ്റെ മാത്രമായിരിക്കും. ഗോൾഡിൻ്റെ വേറെ ആയിരിക്കും. അപ്പോൾ ഓരോന്നിൻ്റെയും റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതായത് കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി കോപ്പറിൻ്റെ ആയിരിക്കും, അലുമിനിയത്തിൻ്റെ ആയിരിക്കും. ഓരോ വാല്യൂം ഡിഫറെൻ്റ് ആണ്. അത് ആ മെറ്റീരിയലിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. നോക്കുക, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു, ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു, ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞു. ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എടുക്കുന്നത്. ഇനി അവിടെ ഒരു കാര്യം, ഈ റോ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് എന്തിനെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക? കാരണം അത് ആ മെറ്റീരിയൽ, ഇപ്പോൾ കോപ്പർ എടുക്കുകയാണെങ്കിൽ ആ കോപ്പറിൻ്റെ അകത്തുള്ള അറ്റോമിക് ബോണ്ടിങ് എങ്ങനെയാണ്, കെമിക്കൽ കോമ്പോസിഷൻ, അതിൻ്റെ അകത്തുള്ള കെമിക്കൽ കോമ്പോസിഷൻ എങ്ങനെയാണ്, അതിൻ്റെ അകത്തുള്ള ബോണ്ട്സ്, അറ്റോമിക് ബോണ്ടിങ് എങ്ങനെയാണ്, അയണിക് ബോണ്ടാണോ, മെറ്റാലിക് ബോണ്ടാണോ, കോവലന്റ് ബോണ്ടാണോ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത്? ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി തീരുമാനിക്കപ്പെടുന്നത്. ആ പ്രോപ്പർട്ടിയെ ആസ്പദമാക്കിയാണ് എന്ത്? ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന
പ്രോപ്പർട്ടി അവിടെ ഉണ്ടാവുക. സോ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കെമിക്കൽ കോമ്പോസിഷൻ, അകത്തുള്ള ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ, ലാറ്റിസ് സ്ട്രക്ചർ, അതായത് BCC ആണോ FCC ആണോ, അങ്ങനെ പലതരത്തിലുള്ള അതിൻ്റെ അകത്തുള്ള ലാറ്റിസ് കോൺഫിഗറേഷൻസ് ഉണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ അറ്റോമിക് ബോണ്ടിങ്, ഞാൻ നേരത്തെ പറഞ്ഞ അയണിക് ബോണ്ടിങ് ആണോ, കോവാലന്റ് ബോണ്ടാണോ, മെറ്റാലിക് ബോണ്ടാണോ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു റെസിസ്റ്റൻസ്, ഒരു വയർ എടുക്കുമ്പോൾ, ഒരു വയർ ഞാൻ എടുത്തു, ഈ വയറിൽ ഇതിൻ്റെ ഒരു കോപ്പറിൻ്റെ വാല്യൂ ഒരു ഇതുണ്ട്, ലെങ്ത്, ഏരിയ, വീണ്ടും സെയിം ഡയമെൻഷനുള്ള, സെയിം ലെങ്ത്, സെയിം ഏരിയ ഉള്ള ഒരു അലുമിനിയം എടുത്തു എന്ന് വിചാരിക്കുക. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ റെസിസ്റ്റൻസ്, ഞാൻ ഇതിൻ്റെ R1 എന്നെടുത്തു, ഇതിൻ്റെ R2 എന്നെടുത്തുവെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു റോ കോപ്പർ, അതായത് കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി ഇൻറ്റു L/A ആയിരിക്കും. ഇവിടെയാണെങ്കിൽ റോ അലുമിനിയത്തിൻ്റെ റെസിസ്റ്റിവിറ്റി ഇൻറ്റു L/A ആയിരിക്കും. കാരണം അത് ആ റോ എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള കെമിക്കൽ കോമ്പോസിഷൻ, അറ്റോമിക് ബോണ്ടിങ്, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ കോൺഫിഗറേഷൻ, ലാറ്റിസ് കോൺഫിഗറേഷൻ ഒക്കെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അതാണ് റെസിസ്റ്റിവിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. എഗെയിൻ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്കൊരു കാര്യം കൂടെ നോക്കാം. റെസിസ്റ്റിവിറ്റി, ഞാൻ പറഞ്ഞു റെസിസ്റ്റിവിറ്റി റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ വേറൊരു പേരും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക, സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി റോ. SI യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഇത് എങ്ങനെ കിട്ടി? R is equal to റോ ഇൻറ്റു L/A എന്നറിയാം അല്ലേ? എനിക്ക് റോയുടെ യൂണിറ്റ് ആണ് വേണ്ടത്. റോ ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് വരും? ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ R ഇൻറ്റു A/L എന്ന് വരും. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓംസ് ആണ് റെസിസ്റ്റൻസ്. ഏരിയയുടെ എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്, ബൈ മീറ്റർ വരും. ഇത് കട്ട് ചെയ്ത് പോവും, അപ്പോൾ എന്ത് വരും? ഓം മീറ്റർ. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓം മീറ്റർ ആണ്. ഇനി അടുത്ത എഴുതിയിരിക്കുന്ന പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്താണ്? റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ആണ്. ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? It means that it is a characteristic property of the material. അതായത് അത് ആ മെറ്റീരിയലിൻ്റെ സ്വഭാവമാണ് എന്ത് ചെയ്യുന്നത്? ഈ റെസിസ്റ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഓരോ മെറ്റീരിയലിനും ഓരോന്നായിരിക്കും. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. കാരണം എന്താ? അത് ആ മെറ്റീരിയലിൻ്റെ കെമിക്കൽ കോമ്പോസിഷനെയും ലാറ്റിസ് കോൺഫിഗറേഷനെയും അറ്റോമിക് ബോണ്ടിങ്ങിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് എന്ത്? ആ മെറ്റീരിയലിൻ്റെ സ്വഭാവത്തെ തീരുമാനിക്കുന്നത്. അതായത് നമുക്ക് എന്ത് പറയാം? ഈ റോ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ലെങ്തിനെയോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കുക. റോ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അതായത് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? അത് അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഒരു കോപ്പർ വയർ എടുത്തു, ഇത് എത്ര വലിയ കോപ്പർ ആണെങ്കിലും എത്ര ചെറിയ ഏറ്റവും തിന്നായിട്ടുള്ള ഒരു കോപ്പർ വയർ ആണെങ്കിലും എന്താണ്? അത് കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി, അതിൻ്റെ അകത്തുള്ള കെമിക്കൽ ബോണ്ടിങ് ആയിക്കോട്ടെ, അതിൻ്റെ അകത്തുള്ള ലാറ്റിസ് സ്ട്രക്ചർ ആയിക്കോട്ടെ, ഇതെല്ലാം കെമിക്കൽ കോമ്പോസിഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു കോപ്പർ വലിയ പീസ് എടുത്താലും ചെറിയ പീസ് എടുത്താലും അത് കോപ്പർ തന്നെയാണ്. അതിൻ്റെ പ്രോപ്പർട്ടി മാറുന്നില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ പെർട്ടിക്കുലർ മെറ്റീരിയൽ. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? വലിയൊരു കോപ്പർ പീസ് എടുത്താലും, വലിയ തിക്കായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഡയമീറ്റർ ഉള്ള ഒരു കോപ്പർ എടുത്താലും, ചെറിയൊരു തിൻ വയർ എടുത്താലും കോപ്പർ തന്നെയാണ്. അത് എന്താണ്? ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. ഇത് ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ നോക്കുക, റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഫിസിക്കൽ ഡയമെൻഷൻസ്. അതായത് അത് അതിൻ്റെ ലെങ്തിനെയോ ഈ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്. കാരണം എന്താ? ദാറ്റ് ഇസ് R ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന റോ ഇസ് ഈക്വൽ ടു R ഇൻറ്റു A/L എന്ന് വിചാരിക്കരുത്. കാരണം എന്താ? ഇക്വേഷൻ വൈസ് കറക്റ്റ് ആയിരിക്കും, പക്ഷേ ഇതെന്ന് പറയുന്നത് എന്താണ്? ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. അഗെയിൻ ഇത് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്നുണ്ടാവും. നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, പോയിന്റ് ക്ലിയർ ആണോ? റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫിസിക്കൽ ഡയമെൻഷൻസ്. പക്ഷേ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് ലെങ്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ഇസ് റെസിസ്റ്റൻസ് ഇസ് ഡിപ്പെൻഡന്റ് അപ്പോൺ എന്താണ്? ഫിസിക്കൽ ഡയമെൻഷൻസ്. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ലെങ്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ റെസിസ്റ്റിവിറ്റി ആ മെറ്റീരിയലിൻ്റെ തനത് സ്വഭാവമാണ്, അതൊരിക്കലും മാറുന്നില്ല. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, ഇറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഞാൻ പറഞ്ഞു. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ റെസിസ്റ്റിവിറ്റി ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനി അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യുക. അതായത്
ഈ റെസിസ്റ്റിവിറ്റിയുടെ ഡിഫറെൻറ്റ് വാല്യൂസ്, ഓരോ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ്, ആ റെസിസ്റ്റിവിറ്റി ഏത് റേഞ്ചിലാണ് വരുന്നത്, അതിനനുസരിച്ചാണ് നമ്മളൊരു മെറ്റീരിയൽ കണ്ടക്ടറാണോ ഇൻസുലേറ്റർ ആണോ സെമി കണ്ടക്ടർ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നോക്കുക, 1-2 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. ദ മെറ്റൽസ് ആൻഡ് അലോയ്സ് ഹാവ് വെരി ലോ റെസിസ്റ്റിവിറ്റി. വെരി ലോ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അവരെന്താണ് കറണ്ടിനെ കടത്തിവിടും അല്ലെങ്കിൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതിൻ്റെ റെസിസ്റ്റിവിറ്റി ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 10⁻⁸ to -6 ohm meter ആണ്. ഞാൻ പറഞ്ഞു 10⁻⁻6 ആണ്, ചെറിയ വാല്യൂ ആണ്. അപ്പോൾ ഒപ്പോസിഷൻ ടു ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് കുറവാണ്. ഇനി ദേ ആർ വെരി ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇൻസുലേറ്റേഴ്സ് ലൈക്ക് റബ്ബർ, ഗ്ലാസ്, അവരുടെയൊക്കെ റെസിസ്റ്റിവിറ്റി കണ്ടോ വളരെ ഹൈ വാല്യൂ ആണ്. 10⁻12 ohm meter അല്ലെങ്കിൽ 10⁻17 ohm meterന്റെ റേഞ്ചിലാണ് എന്ത് ഇൻസുലേറ്റേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി ഉണ്ടാവുക. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞു റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്, അവരുടെ തനത് സ്വഭാവമാണെന്ന് പറഞ്ഞു. ഇനി ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റിവിറ്റി ആണെങ്കിലും റെസിസ്റ്റൻസ് ആണെങ്കിലും എന്താണ്? ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ടാകും. അത് കൂടുകയോ കുറയുകയോ ചെയ്യും. അതെങ്ങനെയാണ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ്, ഇൻസുലേറ്റേഴ്സിൽ എങ്ങനെയാണ്, സെമി കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തിരിക്കുക. ബോത്ത് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ വേരി വിത്ത് ടെമ്പറേച്ചർ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇനി അടുത്ത് പഠിക്കാനുള്ള ഒരു കാര്യം എന്താണ്? അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞു അല്ലേ, R പറഞ്ഞു, അതുപോലെ തന്നെ റോ പറഞ്ഞു. R is equal to വോൾട്ടേജ് ബൈ കറണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഓഫ് എ കോപ്പർ വയർ എടുക്കുകയാണ്, ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതെന്താണ് ഞാൻ പറഞ്ഞു? R is equal to ρ into L/A ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ടേംസിലുള്ള ഇക്വേഷൻ. ഇത് ഫിസിക്കൽ ഡയമെൻഷൻസിൻ്റെ ഒരു വയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ റോയുടെ കാര്യവും ഞാൻ പറഞ്ഞു, റെസിസ്റ്റിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 1-2 ക്വാണ്ടിറ്റീസും കൂടി പഠിക്കാം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഞാൻ എന്താണെന്ന് പറഞ്ഞു? അത് ഓംസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണെന്ന് പറഞ്ഞു. പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ ക്വാണ്ടിറ്റീസ് കുറച്ചുണ്ട്, അതും കൂടി ഒന്ന് പഠിച്ചാലോ? നോക്കാം. ദാറ്റ് ഈസ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ G. അതെന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതായത് 1/R എനിക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് കണ്ടക്ടൻസ് അല്ലെങ്കിൽ G എന്ന് റെപ്രസെന്റ് ചെയ്യാം. 1/റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു കണ്ടക്ടൻസ് G. ഇനി 1/റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 1/Ohm ആണ്. അതിന് നമുക്ക് എന്തെന്ന് പറയാം? മോ എന്ന് പറയാം. ഇതാണ് എന്ത്? കണ്ടക്ടൻസിന്റെ യൂണിറ്റ് മോ. അതിന് തന്നെ നമുക്ക് വേറൊരു ഇത് ഈ മോ എന്ന് പറയുന്നത് പഴയ യൂണിറ്റ് ആണ്. നമുക്ക് അതിന്റെ SI യൂണിറ്റ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് ആണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഒരു കമ്പനിയുടെ പേരൊക്കെയാണ് സീമെൻസ് എന്ന് പറയുന്നത് അല്ലേ. സോ ഫോർ എ ലീനിയർ റെസിസ്റ്റൻസ് ദ റേഷ്യോ ഓഫ് കറന്റ് ടു വോൾട്ടേജ് ഇസ് ഓൾസോ എ കോൺസ്റ്റന്റ്. അതായത് നമ്മൾ പറഞ്ഞു വോൾട്ടേജ് ടു കറണ്ട് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി ആണ് നമ്മൾ പറഞ്ഞു, അതാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ I/V എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/R ആണ്. അതും ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതാണ് എന്ത്? ഇതെന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് ആണ് എന്ത്? സീമെൻസ് എന്ന് പറയുന്നത്. S വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഇതിന്റെ സിമ്പൽ എങ്ങനെയാണ് നോക്കുക. കണ്ടക്ടൻസ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് G ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞത്? R is equal to ρ into L/A എന്ന് പറഞ്ഞു അല്ലെ. സോ 1/R എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/ρ into L/A ആണ്. ഓർ 1/R is equal to എന്ത് വരും? A/ρ into L എന്ന് വരും. ഓർ 1/R is equal to 1/ρ into A/L എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ 1/R-നെ G എന്ന് പറയാം. കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു 1/ρ into A/L എന്ന് പറയാം. പറഞ്ഞൂടെ? പറയാം. ഇനി അങ്ങനെയാണെങ്കിൽ ഈ 1/ρയ്ക്ക് ഒരു പേര് വേണ്ടേ? ആ 1/ρയ്ക്കുള്ള പേരാണ് എന്ത്? 1/ρ is equal to sigma which is called conductivity. റോ എന്തായിരുന്നു? റെസിസ്റ്റിവിറ്റി. ഇത് 1/ρ ആണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്താണ്? ഇറ്റ് ഇസ് എ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. കണ്ടക്ടിവിറ്റി is equal to sigma given by 1/ρ. ഇനി ഇതിന്റെ ദാറ്റ് ഈസ് സിഗ്മ ഇസ് ഈക്വൽ ടു 1/ρ ആണ്. റോയുടെ യൂണിറ്റ് എന്താ? ഓം മീറ്റർ ആണ് അല്ലേ. ഓം മീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/Ohm. 1/Ohm ദാറ്റ് ഈസ് 1/Ohm 1/മീറ്റർ ആണ്. 1/Ohm നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? മോ അല്ലെങ്കിൽ സീമെൻസ് എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സീമെൻ പെർ മീറ്റർ ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു S m raised to -1. സീമെൻ പെർ മീറ്റർ ആണ് എന്ത്?
കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. കണ്ടക്ടിവിറ്റി എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്, അല്ലെങ്കിൽ 1/റെസിസ്റ്റിവിറ്റി ആണ്, 1/ρ ആണ്, സീമെൻ പെർ മീറ്റർ ആണ്. കണ്ടോ, ഞാൻ നേരത്തെ എഴുതിയില്ലേ? ദാറ്റ് ഈസ് R is equal to rho into L/A ആണ്. 1/R is equal to G is equal to 1/ρ L into A ആണ്, or that is equal to 1/ρ into A/L ആണ്, or G is equal to 1/ρ എന്താണ് ഞാൻ പറഞ്ഞു? 1/ρ is sigma into A/L എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് എന്ത് ഈ പറയുന്ന കണ്ടക്ടൻസും കണ്ടക്ടിവിറ്റിയുടെയും മീനിങ് എന്ന് പറയുന്നത്. കണ്ടക്ടൻസും കണ്ടക്ടിവിറ്റിയും അതിൻ്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു, അതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു ചോദ്യം നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾറെഡി ചോദിച്ചൊരു ചോദ്യമാണ്. ദ റെസിസ്റ്റിവിറ്റി ഓഫ് എൻ ഇലക്ട്രിക് കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ. ദ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഓഫ് എൻ ഇലക്ട്രിക് കണ്ടക്ടർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ലെങ്ത്, മെറ്റീരിയൽ, ഓൾ ഓഫ് ദി ഗിവൺ എബോവ്. നോക്കുക, നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും R is equal to rho into L/A, ഇത് നിങ്ങൾ മറക്കില്ല. അപ്പോൾ rho is equal to എന്താണ്? R into A/L എന്ന് എഴുതരുത്, അത് തെറ്റാണ്. കാരണം എന്താ? റോ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? റോ എന്ന് പറയുന്നത് ആ മെറ്റീരിയലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റെസിസ്റ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കോപ്പർ ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള കെമിക്കൽ കോമ്പോസിഷൻ, അറ്റോമിക് ബോണ്ടിങ്, അതുപോലെ ലാറ്റിസ് സ്ട്രക്ചർ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അലുമിനിയത്തിന് ഇതെല്ലാം വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വലിയ അലുമിനിയം പീസ് എടുത്താലും ഒരു ചെറിയ അലുമിനിയം വയർ എടുത്താലും അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് സെയിം ടെമ്പറേച്ചറിൽ സെയിം വാല്യൂ ആയിരിക്കും. അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻസുമായി യാതൊരു ബന്ധവും ആർക്കില്ല? റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റോയ്ക്കില്ല. റെസിസ്റ്റൻസ് മാറും, റെസിസ്റ്റിവിറ്റി മാറില്ല. ഫിസിക്കൽ ഡയമെൻഷൻസ് വെച്ച് മാറില്ല. അത് വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാരണം ചോദിച്ചിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടോ? അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ദ ലെങ്ത് ഓഫ് ദി വയർ ഇസ് ഡബിൾഡ് ആൻഡ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ വയർ ഇസ് ഹാഫ്ഡ്, ദെൻ ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചാണ്. R is equal to rho into L/A. rho is equal to R into A/L. ചോദിച്ചത് എന്താണ്? The length of the wire is doubled. അപ്പോൾ റോ ഡാഷ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, R A dash L dash. ഇവിടെ എന്തായി? A dash എന്ന് പറയുന്നത് ലെങ്ത് ഡബിൾ ചെയ്തു, അതായത് എന്തായി? 2L ആയി. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A/2 ആയി. അങ്ങനെയെങ്കിൽ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് പറ്റുന്നു? ഈ സ്റ്റെപ്പ് എഴുതിക്കൊണ്ടിരിക്കരുത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇനി അത് നിങ്ങൾ ഇങ്ങനെ ഏരിയ ഡബ്ല്യു ട്രിപ്പിളിയോ എത്ര തവണ വേണോ ആക്കിക്കോ, എത്ര ചെറുതായിക്കോ. ഒരു വലിയ കോപ്പർ എടുത്താലും ഒരു ചെറിയ തുണ്ട് കോപ്പർ എടുത്താലും എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ആ കോപ്പർ തന്നെയായിരിക്കും. ഒരു അലുമിനിയം വലിയ പീസ് എടുത്താലും കുഞ്ഞ് പീസ് എടുത്താലും അലുമിനിയം തന്നെയായിരിക്കും. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അവൻ്റെ സ്വന്തം പ്രോപ്പർട്ടി, അവൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റെസിസ്റ്റിവിറ്റി ഓർ conductivity is independent of എന്താണ്? physical dimensions. It only depends upon what? It only depends upon the nature of the material. അതുകൊണ്ട് തന്നെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അൺചേഞ്ച്ഡ് ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഈക്വേഷൻ വെച്ച് സോൾവ് ചെയ്യരുത്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി വേറൊരു ചോദ്യം ഓൾറെഡി ചോദിച്ചതാണ്. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R equal to rho into L/A. R is equal to V/I. ഈ രണ്ട് ഇക്വേഷനാണ് ഇവിടെ ചോദിച്ചത്. എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ആ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ചോദ്യം. ഇഫ് ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഇസ് ഇൻക്രീസ്ഡ് 5 times, R is equal to rho into L/A. ലെങ്ത് എന്തായി? R dash ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ലെങ്ത് L dash ഞാൻ എടുത്തു. L dash എന്തായി? ഈസ് ഇൻക്രീസ്ഡ് 5 times. 5 ഇരട്ടിയായി നേരത്തെ ഉള്ള തന്നെ. കീപ്പിംഗ് ദ മെറ്റീരിയൽ, അതായത് മെറ്റീരിയൽ മാറുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ കേസിലും റോ സെയിം തന്നെ. അതാണ് മെറ്റീരിയൽ മാറുന്നില്ല എന്ന് പറഞ്ഞത്. റോ സെയിം ആണ്, തിക്നെസ്സും സെയിം ആണ്. തിക്നെസ് സെയിം ആണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സെയിം ആണ്. A സെയിം ആണ്. L dash ആയി. എത്രയായി? 5L ആയി. അങ്ങനെയെങ്കിൽ എന്താണ്? R dash is equal to 5 into rho L/A ആയി, or equal to 5 into R ആയി. R dash എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, പുതിയ റെസിസ്റ്റൻസ് എന്തായിരിക്കും? നേരത്തെ ഉള്ള റെസിസ്റ്റൻസിന്റെ 5 times ആയിരിക്കും. ബിക്കംസ് 5 times ദി ഒറിജിനൽ. ഓപ്ഷൻ
സി ആണ് കറക്റ്റ് ആൻസർ. ഇത്രയും പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും റെസിസ്റ്റൻസിൻ്റെ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്തേക്കുക. നമ്മൾ ഫസ്റ്റ് 2 സെഷൻസിൽ നമ്മൾ കറണ്ടിനെയും വോൾട്ടേജും റെസിസ്റ്റൻസും ഡിഫൈൻ ചെയ്തു. ഇനി ആണ് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മറ്റ് ചോദ്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങളും വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യുക. നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം.